പാകിസ്ഥാൻ അമേരിക്കയോട് $10 ബില്യൺ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സൗകര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളെ തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിൽ ഉണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അതായത് പാകിസ്ഥാൻ വീണ്ടും ഒരു സാമ്പത്തികമായ ഒരു സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസിനെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അംഗീകാരം ലഭിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദക്ഷിണേഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു രക്ഷാമാർഗമാകും. ഇറാൻ യുദ്ധമാണ് പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്കിനെ തുടർന്നാണ് ആദ്യമായി ഈ റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് അവരുടെ നയതന്ത്ര പ്രതിച്ഛായ ഉയർത്തുകയും വാഷിംഗ്ടണിൽ നിന്നും മറ്റ് പങ്കാളികളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ നേടാനാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പാകിസ്ഥാന് ഉള്ളത്. US ട്രഷറിയുടെ സെക്രട്ടറി സ്കോട്ട് ബെനസ് നൽകിയ അഭ്യർത്ഥന പ്രകാരം 5 വർഷം വരെ കാലാവധിയുള്ളതും $10 ബില്യൺ മൂല്യമുള്ളതുമായ ഉഭയകക്ഷി വിനിമയ നിരക്ക് സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള സഹായം സംവിധാനം ബിലാറ്ററൽ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി ഏർപ്പെടുത്താൻ പാകിസ്ഥാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. അന്താരാഷ്ട്ര നാണയനിധിയുമായുള്ള കരാറിന് അനുസൃതമായി കർശനമായ ധനകാര്യ നാണയ നയങ്ങൾ നടപ്പിലാക്കുന്നതിനിടയിലും ഈ സംവിധാനം അംഗീകരിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം ശക്തിപ്പെടുത്താനും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന സമ്മർദ്ദം ലഘൂകരിക്കാനും ഒരു ബഹുമുഖ ധനസഹായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും. രാഷ്ട്രീയമായി ജനപ്രീതി ഇല്ലാത്ത നികുതി വർധനവ്, ചെലവ് നിയന്ത്രണം, പരിഷ്കാരങ്ങൾ എന്നിവ ആവശ്യമായി വന്നതിനാൽ പാകിസ്ഥാൻ ഇപ്പോഴും $7 മില്യൺ IMF വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യൻ പ്രവൃത്തി സമയത്തിന് പുറത്തുള്ള സമയങ്ങളിൽ അഭിപ്രായം തേടാനുള്ള റോയിട്ടേഴ്സിന്റെ അഭ്യർത്ഥനയോട് പാകിസ്ഥാൻ ധനകാര്യ മന്ത്രാലയം ഉടൻ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US ട്രഷറിയുടെ അഭിപ്രായ പ്രകാരം ഏത് സമയം അത് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. അതായത് എപ്പോൾ ഈ പൈസ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ട പൈസ US ട്രഷറി പാകിസ്ഥാന് നൽകുമെന്ന് ഇതുവരെയായിട്ട് പാകിസ്ഥാന്റെ ഈ ഒരു ആവശ്യത്തിന് ഔദ്യോഗികമായി തന്നെ അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല. എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സൗകര്യങ്ങൾ അപൂർവമായ US ട്രഷറി ബാക്ക് സ്റ്റോപ്പുകളാണ്. സാധാരണയായി എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വഴിയാണ് ഇവ നടത്തുന്നത്. ഇത് കരുതൽ ശേഖരത്തെയും സ്ഥിരമായ കറൻസികളെയും പിന്തുണയ്ക്കുന്നതിന് ഡോളർ അതോടൊപ്പം തന്നെ സ്വാപ്പുകൾ അല്ലെങ്കിൽ ഗ്യാരണ്ടികൾ നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനായി US ഡോളർ ലഭ്യമാക്കുന്ന ഒരു അന്താരാഷ്ട്ര സംവിധാനം എന്ന നിലയിൽ US ഫെഡറൽ റിസർവ് ചില പ്രമുഖ കേന്ദ്ര ബാങ്കുകളുമായി നിലനിർത്തുന്ന സ്ഥിരമായ ഡോളർ സ്വാപ്പ് ലൈനിലേക്ക് നിന്ന് വ്യത്യസ്തമായി ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. 1940-കൾ മുതലുള്ള നിലവിലുള്ളതും നിലവിൽ $9 മില്യൺ മൂല്യമുള്ളതുമായ മെക്സിക്കോയുടെ സ്വാപ്പ് ലൈൻ ഒഴികെ 2002-ൽ യുറോഗ്വയുമായി ഏർപ്പെട്ട കരാറിന് ശേഷം വിദേശ ഗവൺമെന്റുകളുമായും നടപ്പിലാക്കിയ ഇത്തരത്തിലുള്ള ആദ്യത്തെ പുതിയ വിനിമയ സ്ഥിരതാ സംവിധാനമാണ് 2025-ലെ അർജന്റീന പാക്കേജ്. 2023-ൽ IMFന്റെ $3 മില്യൺ സ്റ്റാൻഡ് ബൈ ഡീൽ വഴി പാകിസ്ഥാൻ കടബാധ്യതയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി $7 മില്യൺ എക്സഷൻ ഫണ്ട് അതോടൊപ്പം തന്നെ ഫെസിബിലിറ്റി $1.3 മില്യൺ പ്രത്യേക വായ്പയും നേടിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ കരുതൽ ധനം ഇപ്പോഴും ചൈനയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള ഔദ്യോഗിക ധനസഹായം അതോടൊപ്പം തന്നെ റോൾ ഓവറുകൾ, നിക്ഷേപങ്ങൾ എന്നിവ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. 2026-ഓടെ വിദേശ നാണയ കരുതൽ ശേഖരം $20 ബില്യൺ 2021-ലെ റെക്കോർഡ് നിലവാരത്തിനടുത്ത് തിരിച്ചെത്താൻ സാധ്യത ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് ജനുവരിയിൽ വ്യക്തമാക്കിയത്. എന്നാൽ ഇന്ത്യ ഇതിനെ തടയിടുകയാണ്. അതായത് പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ധനസഹായം നൽകരുത്, അത് നൽകിയാൽ പാകിസ്ഥാൻ വീണ്ടും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കും, അവർക്ക് വീണ്ടും ധനസഹായം നൽകുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിട്ടുള്ളത്.